ഹലോ, എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുടിച്ചായ. ഞാനിന്ന് വന്നത് എനിക്കും നിങ്ങൾക്കും എല്ലാം വളരെ പ്രയോജനമായ ഒരു വീഡിയോയാണ്. കാരണം പൈനാപ്പിൾ കൃഷി എന്ന് പറഞ്ഞത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൃഷി, ഏറ്റവും വലിയ പൈനാപ്പിൾ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസുണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ ഓരോ തോട്ടത്തിൽ വിളഞ്ഞ് പഴുത്ത് വെട്ടാൻ ആളില്ലാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിക്കാർ, ബംഗാളികളെല്ലാം ഒന്നടങ്കം നാട് വിട്ട് നാട്ടിലേക്ക് വോട്ട് ചെയ്യാനോ പിടിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഉള്ള ഹിന്ദിക്കാരെ രാവിലെ പോയി വിളിച്ചു കഴിഞ്ഞാൽ അവർ തോട്ടത്തിൽ പൈനാപ്പിൾ വെട്ടണമെങ്കിൽ ഒന്നാം വർഷമാണെങ്കിൽ 2800 അല്ലെങ്കിൽ 3000 രൂപ വെച്ച് വില ചോദിക്കുകയാണ്. അത് ഉള്ളതെന്ന് പറഞ്ഞാൽ തീരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർ ഇതേതാണ്ട് ഭയങ്കര മുതലെടുപ്പുമായിട്ടാണ് ഇപ്പം കൃഷിക്കാരുടെ നേരെ വന്നത്. അങ്ങനെ നമ്മുടെ വാഴക്കുളത്തെ കുറച്ച് കൃഷിക്കാർ അവരുടെ ഒരു സുഹൃത്തിൻ്റെ തോട്ടത്തിൽ വിളവെടുപ്പ്, ആ സുഹൃത്തിന് വെട്ടാൻ താല്പര്യമില്ല, കടന്ന് പോട്ടെന്ന് വെച്ചപ്പോൾ വേണ്ട ഞങ്ങളുണ്ട് പിന്നാലെ എന്ന് പറഞ്ഞിട്ട് ചക്ക വെട്ടാനായിട്ട് അവർ വന്നിരിക്കുകയാണ്. അവർ സുഹൃത്തിൻ്റെ തോട്ടത്തിൽ ചക്ക വെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചക്ക 2 ദിവസം മുമ്പ് വെട്ടണ്ടായിരുന്നു. മോറ്റത്തേക്ക് ഹിന്ദിക്കാരൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 3000 രൂപ കൂലി. 3000 കൂലി എന്ന് പറയുമ്പോൾ അതല്ല, അവർ പറയണത് 1-ാം വർഷം ചക്ക വെട്ടുകൊള്ളുന്നത്. എന്നാൽ പിന്നെ ഇത് കുഴിച്ചിടാൻ മാത്രമല്ല, ഇത് വെട്ടിയെടുക്കാനും അറിയാമെന്ന് ഒരു സന്ദേശം കൊടുക്കണതാണ്. കാരണം ഞങ്ങൾ 6 പേര് കൃഷിക്കാരാണ്. ഞങ്ങൾ 6 പേർക്കൂടെ കൂടി അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 60 ഏക്കർ കൃഷിയുള്ളൂ. ഇനി ഒരു ഹിന്ദിക്കാരിലേലും ഈ 60 ഏക്കറിൻ്റെ പരിപാടി ഞങ്ങൾ 6 പേരും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒപ്പിക്കാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കും. അതായത് എൻ്റെ അഭിപ്രായത്തിൽ വലിയ കൃഷിയേക്കാൾ ലാഭം ഇങ്ങനെ ചെറിയ കൃഷികളാണ്. പക്ഷേ ഇപ്പോൾ പൈനാപ്പിളിന് വിലയില്ല, ഇത് 13 രൂപയ്ക്കൊക്കെ കൊടുത്തേക്കണേ. ഇത് 3000 രൂപ കൂലിയും കൊടുത്ത് വെട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നാളെ ഇപ്പോൾ എനിക്ക് വളരെയില്ല ഇവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദിക്കാർ വന്ന വരെ, അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പല പരിപാടികളാണ് കേട്ടോ. അതുകൊണ്ടാണ്, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒരു സന്ദേശം നൽകുന്നു സമൂഹത്തിന്, അത്രേ ഉള്ളൂ.